1890 ഒരു ആൺകുട്ടി ജനിക്കുന്നു. അവനൊരു അനിയത്തി, ഒരു അനുജൻ. 5-ാമത്തെ വയസ്സിൽ അവന്റെ അച്ഛൻ മരണപ്പെടുന്നു. 7-ാമത്തെ വയസ്സിൽ അവൻ കുക്കിംഗ് പഠിക്കുന്നു. 9-ാമത്തെ വയസ്സിൽ അമ്മ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു. 10-ാമത്തെ വയസ്സിൽ രണ്ടാനച്ഛനും മരണപ്പെട്ടു പോകുന്നു. 12-ാമത്തെ വയസ്സിൽ അമ്മ 3-ാമത് ഒരു കല്യാണത്തിന് തയ്യാറാകുന്നു. 13-ാമത്തെ വയസ്സിൽ 3-ാനച്ഛനുമായിട്ട് വഴക്കിട്ട് 14-ാമത്തെ വയസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠനവും നിർത്തി അവൻ വീട് വിട്ടിറങ്ങുന്നു. 16-ാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായ കഷ്ടപ്പാടിന്റെ വർഷങ്ങളായിരുന്നു. ഒരുപാട് ജോലികൾ, ഒരുപാട് പ്രയാസങ്ങൾ. കണ്ടക്ടർ, ആർമിയിൽ സോൾജിയർ, ട്രെയിനിലെ ക്ലീനർ, ഫയർമാൻ, അങ്ങനെ ഒരുപാട്. അതിനുശേഷം 19-ാമത്തെ വയസ്സിൽ അയാൾ ഒരു കല്യാണം കഴിക്കുന്നു. 3 മക്കൾ. ശേഷം ലോ പഠിച്ച് ലോയറായി കുറച്ചുനാൾ അങ്ങനെ ജോലി ചെയ്തു. പിന്നീട് റെയിൽവേസിൽ ട്രാക്ക് ക്ലീൻ ചെയ്യുന്ന ലേബർ ജോലി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഒരു ഇൻഷുറൻസ് ഏജന്റായി നോക്കി. പിന്നീട് സെയിൽസ്മാൻ ആയിട്ട് കുറച്ചുനാൾ ജോലി ചെയ്തു. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു ബോട്ട് കമ്പനി ആരംഭിച്ചു. പക്ഷെ തൊട്ടടുത്ത വർഷം തന്നെ ആ കമ്പനി വിൽക്കേണ്ടി വന്നു. 31-ാമത്തെ വയസ്സിൽ ഒരു കെമിക്കൽ കമ്പനി ആരംഭിച്ചു. പക്ഷെ അധികം താമസിയാതെ ആ കമ്പനിയും പരാജയപ്പെട്ടു. അങ്ങനെ 34-ാമത്തെ വയസ്സിൽ വീണ്ടും സെയിൽസ്മാൻ ആയിട്ട് ജോലി നോക്കുകയാണ്. അതിനുശേഷം ഒരു കാർ സർവീസ് സെന്റർ ആരംഭിച്ചു. ഈ കാർ സർവീസ് സെന്ററിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ചിക്കൻ കുക്ക് ചെയ്ത് അവർക്ക് കൊടുത്തു തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടി നാൾ കഴിഞ്ഞ് 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം കേണലായി. 49-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുതിയൊരു ഹോട്ടൽ ആരംഭിച്ചു. ഒരുപാട് പ്രതീക്ഷകളോട് ആരംഭിച്ചിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ ആ ഹോട്ടൽ തീപിടുത്തത്തിൽ നശിച്ചുപോയി. അങ്ങനെ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സീക്രട്ട് റെസിപ്പി കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കൂടി സീക്രട്ട് റെസിപ്പിയായിരുന്നു. പക്ഷേ 51-ാമത്തെ വയസ്സിൽ 2-ാം ലോകമഹായുദ്ധത്തിൽ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട് ഉണ്ടായിരുന്ന ഹോട്ടലും പൂട്ടേണ്ടി വന്നു. 57-ാമത്തെ വയസ്സിലെ ഡിവോഴ്സ്. 59-ാമത്തെ വയസ്സിൽ അദ്ദേഹം മറ്റൊരു കല്യാണം കഴിച്ചു. 60-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും കേണലായി. 62-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ഹോട്ടൽ ഫ്രാഞ്ചൈസി ആരംഭിച്ചു. പക്ഷെ കാശില്ലാത്തത് കൊണ്ട് 65-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ആ ഫ്രാഞ്ചൈസിയും അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. അങ്ങനെ ഗവൺമെന്റ് കൊടുക്കുന്ന വെറും $100 പഴയ ഒരു വീടും കാറുമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും പക്ഷെ അദ്ദേഹം ഓരോരോ റെസ്റ്റോറന്റുകളും കയറി അലഞ്ഞു നടക്കുകയാണ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി. പക്ഷെ എല്ലാ സ്ഥലത്തു നിന്നും മറുപടി ഒന്ന് തന്നെയായിരുന്നു: നോ എന്നാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ റെസ്റ്റോറന്റുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 1008 നോകൾക്ക് ശേഷം 1009-ാം തവണ യെസ് നേടിയ അദ്ദേഹമാണ് കേണൽ ഹാർലാൻ സാന്റേഴ്സ്, KFCയുടെ ഫൗണ്ടർ. 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ 48 രാജ്യങ്ങളിലായി 6000 ഔട്ട്ലെറ്റുകളിലൂടെ വർഷം $200 കോടി ബിസിനസ്സുള്ള ഒരു സ്ഥാപനമാണ് KFC. മരണത്തിന് ശേഷം ലേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുവരെ നമ്മൾ ആരും ലേറ്റ് ആയിട്ടില്ല. ഇനിയും സമയമുണ്ട്.